ഹലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് സോയാബീൻ വെച്ചിട്ട് ഒരു കറിയാണ്. ഇത് നമുക്ക് ബീഫില്ലാണ്ട് ബീഫ് കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതിന് സോയ, ഉരുളക്കിഴങ്ങ്, പിന്നെ വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് ഇത്ര നമ്മൾ കുക്കർ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല, എല്ലാം കൂടെ അതിൽ ഒരുമിച്ചിട്ടോ. എന്നിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കണം, കാരണം കുക്കറിലാണല്ലോ അടിക്കണത്. അപ്പോൾ ഈ ഒരു കയ്യിലെ അളവിലാണ് ഞാനൊരു കയ്യിൽ വെള്ളം ഒഴിക്കണം. അത്രമാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സോയൊക്കെ കുതിർത്തി പിഴിഞ്ഞൊക്കെ എടുത്തതാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങിന് അധികം വേവൊന്നുമില്ല. എന്നിട്ട് നമ്മൾ കുക്കർ നേരെ അടക്കുക. ഈ സമയത്ത് ഒരു പൊടികളും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. ഒരൊറ്റ വിസിൽ, ആ വിസിലിൽ നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതായത് കുഴഞ്ഞൊന്നും പോകാണ്ട് കിട്ടും എന്തായാലും. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി. ചിക്കൻ മസാല കുറച്ചിട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കണം. ഈ പാനിൽ വെളിച്ചെണ്ണയും കാര്യങ്ങളും ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതെന്താ ഒരു ബ്രൗൺ കളറാവണം, നല്ലൊരു ബ്രൗൺ കളറാവണ വരെ നമ്മൾ ഇളക്കണം. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ പിന്നെ കുളമായി. എന്നിട്ട് ആ കുക്കറിലേക്ക് നമ്മൾ ഇതങ്ങോട്ട് തട്ടാം. എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ലൊരു കളറൊക്കെ വരും ഈ ഒരു മസാല അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ. കാരണം വറുത്തിടുമ്പോഴാണ് നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറ്, ബ്രൗൺ കളറൊക്കെ വരണത്. അത് ഏത് മസാല ഏത് കറിയിൽ വറുത്തിട്ടാലും അങ്ങനെ ഒരു കളറ് വരും. കണ്ട, ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ലെവലിലാണ് നമ്മളിത് എടുക്കണത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ അതിൽ പിടിക്കട്ടെ. എന്നിട്ട് ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് കാണാൻ വേണ്ടി ഞാൻ മറ്റേ പാനിലേക്ക് ഒന്ന് മാറ്റി കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്കിനി വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഇതൊക്കെ ഒന്നാണ് കുഴമ്പ് രൂപേണയൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, സോയ വെച്ച്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും പിശിക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക. താങ്ക്